അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് തഖുല്ലാഹ്. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം ശ്രദ്ധയോടുകൂടി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാനിൻ്റെ 21-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. അവസാനത്തെ 10 ധന്യമായ ദിനരാത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനെയും ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ, സ്വാലിഹായ അമലുകൾ കൊണ്ട് ധന്യമാക്കുവാൻ, അള്ളാഹുവിൻ്റെ പാപമോചനമെന്ന മഹത്തായ അനുഗ്രഹം സ്വന്തമാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ആ മനുഷ്യന് വേണ്ടി ഏറ്റവും കഷ്ടപ്പെട്ടവർ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ മറുപടി അവൻ്റെ മാതാപിതാക്കൾ എന്നായിരിക്കും. മനുഷ്യൻ ജനിക്കുന്നത് മുതൽ അവൻ ഒരു പരുവത്തിലെത്തുന്നതുവരെ ആ മനുഷ്യൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ശരീരവും മനസ്സും പ്രാർത്ഥനയും ആ മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നവരാണ് ഓരോ മാതാപിതാക്കളും. അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കളെ സ്നേഹിക്കുക, അവരോട് കരുണ കാണിക്കുക, അവരോട് ദയയോടുകൂടി പെരുമാറുക, അവരെ സംരക്ഷിക്കുക, പരിരക്ഷിക്കുക എന്നതൊക്കെ മക്കൾക്കുമേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരിക്കുന്നു. വെറുപ്പോടുകൂടി അവരോട് സംസാരിക്കരുത്, ദേഷ്യത്തോടുകൂടി അവരോട് പെരുമാറരുത്. സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ചിറകുകൾ എപ്പോഴും അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. അവർക്ക് പ്രായമാകുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ നിസ്സഹായതകളെ മനസ്സിലാക്കി അവരോട് കൂടുതൽ സ്നേഹത്തോടുകൂടി പെരുമാറണം. ആ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ അള്ളാഹുവിൻ്റെ സ്നേഹത്തിലേക്ക് എത്തുവാൻ സാധിക്കൂ എന്നും മാതാപിതാക്കളെ അവഗണിക്കുന്നവർക്കും വേദനിപ്പിക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷയുണ്ടാകുമെന്നും ഇസ്ലാം വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും മാതാപിതാക്കളുടെ വിലയറിയാത്തവരാണ് പല മക്കളും. ആ മാതാപിതാക്കളെ വേദനിപ്പിക്കുവാനും അവരെ കണ്ണീര് കുടിപ്പിക്കുവാനും മടിയില്ലാത്ത ഒട്ടനവധി മക്കളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണാറുണ്ട്, പ്രത്യേകിച്ച് പുതുതലമുറയിൽ. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ മാതാപിതാക്കളെ എത്ര സ്നേഹത്തോടു കൂടി സംരക്ഷിക്കാമോ, എത്ര സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറാമോ, എത്ര നല്ല നിലക്ക് അവരോട് പെരുമാറാമോ, ആ രൂപത്തിലൊക്കെ അവരോട് പെരുമാറണമെന്ന് ഇസ്ലാം വളരെ കൃത്യമായി മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട്. പല മക്കളും മാതാപിതാക്കളുടെ വില മനസ്സിലാക്കാറ് അവർ മരണപ്പെട്ടതിനു ശേഷമാണ്. മരണപ്പെട്ട മാതാപിതാക്കളെ ഓർത്ത് കണ്ണു നിറക്കുന്നവരാണ് ഒട്ടുമിക്ക മക്കളും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാലും അവർക്ക് വേണ്ടി മക്കൾക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ എത്ര കാരുണ്യത്തോടു കൂടിയാണോ, എത്ര ദയയോടു കൂടിയാണോ, സ്നേഹത്തോടു കൂടിയാണോ എൻ്റെ മാതാപിതാക്കൾ എന്നെ സംരക്ഷിച്ചത്, അതേപോലെ അല്ലാഹുവേ അവരോട് നീ സ്നേഹം കാണിക്കണേ, കരുണ കാണിക്കണേ, ദയ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ അസ്സ വജല്ല ലയർഫഉ ദറജാത്ത് ലിൽ അബ്ദി സ്വാലിഹി ഫിൽ ജന്ന. നാളെ സ്വർഗത്തിൽ സ്വാലിഹായ ചില ആളുകൾക്ക് അള്ളാഹു ചില പദവികൾ നൽകും, വളരെ ഉയർന്ന പദവികൾ. അവരുടെ മനസ്സിന് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്രയും ഉന്നതമായ സുഖാഡംബരത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ പദവികൾ ചില ആളുകൾക്ക് അള്ളാഹു തആല സ്വർഗത്തിൽ നൽകും. അത്ഭുതപ്പെട്ടുകൊണ്ട്, അമ്പരന്നുകൊണ്ട്, ഇത്രയും വലിയ പ്രതിഫലത്തിന് ഞാൻ എങ്ങനെയാണ് അർഹനാവുക എന്ന് ചിന്തിക്കുന്ന ആ ആളുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഫയഖൂലു, അവർ അള്ളാഹുവിനോട് ചോദിക്കും, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, അന്നാ ലി ഹാദി, ഇത്രയും വലിയ ഒരു പ്രതിഫലം, ഇത്രയും വലിയ ഒരു പദവി, ഇത്രയും വലിയ മഹത്തായ അനശ്വരമായ ഒരു പദവി അതെനിക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? എൻ്റെ പ്രവർത്തനങ്ങൾ അത്രമാത്രമൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത്ര വലിയ പദവിയിലേക്ക് ഞാൻ എത്തുക? ഫയഖൂലു, അതിന് അള്ളാഹു കൊടുക്കുന്ന മറുപടി ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാറിൻ്റെ ഫലമാകുന്നു ഇത്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപമോചനത്തിന് വേണ്ടി തേടുക എന്നാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന പ്രാർത്ഥനയാണത്.
ആ പ്രാർത്ഥന ജീവിതത്തിൽ വർദ്ധിപ്പിക്കും തോറും ആ പ്രാർത്ഥനയുടെ മഹത്തായ ഗുണം നമ്മുടെ മാതാപിതാക്കൾ സ്വർഗാവകാശികളാണെങ്കിൽ അതവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറെ സുഖത്തോടെയും സമാധാനത്തോടു കൂടിയും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മറക്കാതിരിക്കുക. പ്രത്യേകിച്ചും റമദാനിൻ്റെ ധന്യമായ ദിനരാത്രങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് സ്നേഹത്തോടുകൂടിയും കരുണയോടുകൂടിയും പ്രവർത്തിക്കുക. അവരെ വേദനിപ്പിക്കുന്ന, അവരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന, അവരുടെ കണ്ണ് നിറക്കുന്ന ഒരു പ്രവർത്തനങ്ങളും വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് തൗബ ചെയ്യുക. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന മഹത്തായ ദിനരാത്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. ആ സമയത്തൊക്കെ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു മഗ്ഫിർ വർഹംഹും, അല്ലാഹുവേ ആ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ, അവരോട് നീ കരുണ കാണിക്കണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ മാതാപിതാക്കളുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കാനും അവരുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടാനും അവരുടെ ഖബറുകളെ വിശാലമാക്കാനും അവരുടെ ബർസഖി ജീവിതം സന്തോഷകരമായി തീർക്കാനും നാളെ പരലോകത്ത് അവരെ സ്വർഗത്തിലെത്തിക്കാനും ആ മാതാപിതാക്കളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നിരന്തരമായി നമ്മൾ റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ആ മാതാപിതാക്കളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.